ഈ തന്നിരിക്കുന്ന സസ്പെൻഷൻ ഓർഡറിൽ അനുമതിയില്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഇടപെടൽ നടത്തി. അങ്ങനെ നടത്തിയ ഇടപെടലുകൾ സർക്കാരിൻ്റെ നയവും നടപടിയും ആഭ്യന്തര പ്രക്രിയയെപ്പറ്റി പരാമർശിച്ചു. അത് വിമർശനാത്മകമാണോ എന്ന് സംശയമുണ്ട് എന്നാണ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. മൈറ്റ് ബി കൺസിഡേർഡ് ആസ് എന്നോ മറ്റോ ആണ് പ്രയോഗം. അപ്പോൾ എന്നോട് ചോദിച്ചാൽ സിവിൽ സർവീസ് DA റൂൾ അനുസരിച്ച് സസ്പെൻഷൻ വാറണ്ട് ചെയ്യുന്ന ഒരു കോസ് ആ ഓർഡറിനകത്ത് മേക്കൗട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കോടതിയിലേക്ക് പോകാനോ ട്രിബ്യൂണലിലേക്ക് പോകാനോ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏപ്രിൽ 9 കേരളത്തിലെ വോട്ടർമാർ ഡിസ്മിസ് ചെയ്ത ഒരു ഗവൺമെൻറ്റിൻ്റെ സസ്പെൻഷൻ ഉത്തരവാണ്. അപ്പോൾ അത് തൽക്കാലം മേശപ്പുറത്തിരുന്നാൽ മതി. പുതിയ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ അത് പിൻവലിക്കപ്പെടുമെന്നും സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുമെന്നും എനിക്ക് മറ്റേതൊരു പൗരനെയും പോലെ കാരണമില്ലാത്ത ഉത്തരവായതുകൊണ്ട് തന്നെ വോയിഡ് അബ് ഇഷ്യൂ ആയിട്ട് അത് പിൻവലിക്കപ്പെടുമെന്നും അപ്പോൾ തൽസ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടും, അതിൻ്റെ മുന്നിലുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നടപടിയും അതിന് ആവശ്യമില്ല. പോകുന്ന പോക്കിൽ അവസാനത്തെ റൗണ്ട് ശത്രുക്കൾ എന്ന് സംശയിക്കുന്നവരുടെ നേർക്ക് ഒരു റൗണ്ട് വെടിയുതിർത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നുവെന്ന് മാത്രം. അത് ഒരു സസ്പെൻഷനായിട്ട് കാണുന്നില്ല. കഴിഞ്ഞ ഏതാണ്ട് ജനുവരി 25 മുതൽ ഗവൺമെൻറ്റിൻ്റെ പൊതുഭരണ വകുപ്പിൽ IAS IPS ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്നതായ നീക്കങ്ങൾ ഞാൻ പറയും ഏതാണ്ട് ഒരു ചരിത്രപരമായ പോരാട്ടത്തിലൂടെ ഇന്ത്യയിലെ ഏക IAS അസോസിയേഷൻ സംസ്ഥാന മുഖ്യമന്ത്രിയെ ട്രിബ്യൂണലിൽ 5 വട്ടം കയറ്റി അദ്ദേഹത്തിൻ്റെ ചട്ടവിരുദ്ധമായിട്ടുള്ള മുഴുവൻ നടപടികൾ റദ്ദ് ചെയ്യിച്ച് ഒറിജിനൽ പെറ്റീഷനിലൂടെ അഖിലേന്ത്യാ സിവിൽ സർവീസ് ചട്ടം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈ ചെയ്ത ചട്ടം അനുസരിച്ച് മാത്രമേ കേരളത്തിൽ IAS കേഡർ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുകയുള്ളൂ എന്ന് ഞങ്ങളുടെ OP 367 അതിൽ അന്തിമ ഉത്തരവ് വാങ്ങി നൽകുകയുണ്ടായി. വലിയ വൈക്ലഭ്യവും മനക്ലേശവും അത് ഗവൺമെൻറ്റിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2023 ആ കേസ് ഫയൽ ചെയ്തത്. 25 ജനുവരി തൊട്ട് എന്നെ സർക്കാരിന് പുറത്തേക്ക് ഓടിക്കാനുള്ള നിരവധി ഉഡായിപ്പുകളും തന്ത്രങ്ങളും പ്രയോഗിച്ചു. തദ്ദേശഭരണ കമ്മീഷൻ രൂപീകരിച്ചു. ഏതാണ്ട് 10 കോടി രൂപ ചിലവാക്കി ഒരു കമ്മീഷൻ രൂപീകരിച്ച് അതിൻ്റെ മേധാവിയാക്കാൻ ശ്രമിച്ചു. അത് ട്രിബ്യൂണൽ ക്വാഷ് ചെയ്തു. ചട്ടവിരുദ്ധമായിക്കൊണ്ട് തന്നെ അഖിലേന്ത്യാ സർവീസ് ചട്ടത്തിന് വിരുദ്ധമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ സീനിയോറിറ്റിക്ക് വളരെ താഴെയുള്ള KTDFC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് എൻ്റെ 20 കൊല്ലം ജൂനിയർ ഇരിക്കുന്ന പോസ്റ്റിലേക്ക് തട്ടാൻ ശ്രമിച്ചു. അതും മരവിപ്പിച്ചു. അങ്ങനെ എല്ലാ പോരിലും പരാജയപ്പെട്ട് നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തി എന്നൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 4 മണിയോട് കൂടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ ഓർഡർ തരികയാണുള്ളത്. അത് അംഗീകാരമായിട്ട് കണക്കാക്കുന്നു. ഇൻടോളറൻസ് ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ തൻ്റെ അടിമ വേലക്കാരാണെന്നും തന്നെ പുകഴ്ത്തിപ്പാടാൻ മാത്രം ജനിച്ചിട്ടുള്ള ആൾക്കാരാണെന്നും വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോറസായിട്ട് നിന്ന് എൻ്റെ വാഴ്ത്തുപാട്ട് പാടിത്തരാം, അതല്ലാതെ മറ്റ് യാതൊരു അവകാശവും ഇന്ത്യയിലെ IAS എന്നുള്ളതല്ല സർക്കാർ ജീവനക്കാർക്കൊന്നുമില്ല എന്നുള്ള ചിലരുടെ മനോഭാവത്തിന് എൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് അതൊരു ബാഡ്ജായിട്ട് ആ സസ്പെൻഷൻ ഓർഡർ ഒരു ബാഡ്ജായിട്ട് ഞാനിവിടെ കുത്തുന്നു. അതിന് യാതൊരു നിലനിൽപ്പുമില്ല. അത് അതിൻ്റെ വഴിക്ക് തന്നെ ചവറ്റുകുട്ടയിലേക്ക് പോകും എന്ന് ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് വ്യാകുലപ്പെടുന്നില്ല. അല്ല, ഞാൻ ഈ സാമൂഹ്യ മാധ്യമത്തിലും മറ്റു മാധ്യമങ്ങളിൽ നടത്തിയ പ്രസിദ്ധീകരണത്തിൻ്റെ കട്ടിങ് എടുത്തുകൊണ്ട് ഒരു സ്വകാര്യ പരാതി ഇലക്ഷൻ കമ്മീഷനിൽ കൊണ്ടുപോയി മാർച്ച് മാസത്തിൽ അത് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിനെതിരാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ അത് അവരുടെ ലീഗൽ അഡ്വൈസ് എടുത്ത ശേഷം ഇത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടമായിട്ട് ഒരു ബന്ധവുമില്ലെന്നും ഇതൊരു താത്വികമായ ലേഖനമാണെന്നുള്ളതും എന്നാൽ ഇതിൻ്റെ അച്ചടക്ക വശം സർക്കാരിന് പരിശോധിക്കാം, അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുകയും എനിക്കതിൻ്റെ കോപ്പി തരികയും ചെയ്തിരുന്നു. ആ ഫയൽ പ്രൊസീഡ് ചെയ്താണ് ഇന്നലെ ഇവർ സസ്പെൻഷനിൽ എത്തിച്ചിരിക്കുന്നത്. അത് സസ്പെൻഷൻ ഓർഡറിലില്ലല്ലോ. മാധ്യമങ്ങളിൽ നടത്തിയ ഇടപെടൽ സർക്കാരിൻ്റെ താല്പര്യത്തിനെതിരാണ് എന്ന മട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. അതേതാണ് പരാമർശം എന്ന് പറയുന്ന മുറയ്ക്ക് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രിയിൽ താഴെയുള്ള ഒരാളിന് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ അംഗീകാരം ഇല്ലാതെ സ്വീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ തുടക്കം തൊട്ടേ ഞാൻ പറയുന്നത് ഇപ്പോഴല്ല, 23 ഞങ്ങൾ ഫയൽ ചെയ്ത ഒറിജിനൽ പെറ്റീഷൻ തൊട്ട് തന്നെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനെതിരെയാണ് ഞങ്ങൾ കേസ് നടത്തുന്നത്. അദ്ദേഹം ഡെസിഗ്നേറ്റ് ചെയ്ത അഡ്വക്കേറ്റ് ജനറൽ തന്നെയാണ് കേസ് വാദിച്ചിട്ടുള്ളത്. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, സ്റ്റേറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ അപ്പിയർ ചെയ്ത 5 മാറ്റേഴ്സിലും കേരള IAS അസോസിയേഷനാണ് ജയിച്ചത്. ഞാനാണ് പെറ്റീഷണർ. സ്വാഭാവികമായിട്ടും എന്നോട് നീരസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേറ്റ ഡാമേജുമായിട്ട് നോക്കുമ്പോൾ ഈ സസ്പെൻഷൻ ഓർഡർ
തീരെ നിസ്സാരമാണ്, അതിനെ തള്ളിക്കളയുന്നു, അത്രയേ ഉള്ളൂ. ഉത്തമ ഉദാഹരണമല്ലേ ഞാൻ പറഞ്ഞത്. തുടർ ഭരണത്തിലേക്ക് കടന്നാൽ, തുടർ ഭരണത്തിലെത്തിയില്ല, അതിന് കാലാവധി തീരുന്നതിന് 4 ദിവസം മുമ്പ് തന്നെ ഇവിടെ ആരും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഓർഡേഴ്സ് പുറപ്പെടുവിച്ചിരിക്കുകയല്ലേ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുതരാം. 1ാം പിണറായി സർക്കാരിൽ സാമാന്യം നല്ല നിലയിലുള്ള ടീം വർക്ക് അഖിലേന്ത്യാ സർവീസും സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രളയത്തിൻ്റെ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് അക്ഷീണം എത്തിച്ച ഒരു സിവിൽ സർവീസ് ലീഡർഷിപ്പിനെയാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ ആ സമയത്തെ ഗവൺമെൻറ്റിൻ്റെ വിജയത്തിൻ്റെയും തുടർഭരണത്തിൻ്റെയും ഒരു വലിയ ഘടകമായിരുന്നു. ഒറ്റ കോംപ്ലിമെൻ്റായിട്ട് പല മിനിസ്റ്റേഴ്സും, സീനിയർ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ സിവിൽ സർവീസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അങ്ങേയറ്റം സത്യസന്ധമായിട്ട് അവരൊരു ടീം വർക്കോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന സമീപനമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ 2ാം സർക്കാരിൽ ഐ ആം സോറി ടു സേ ഏതാണ്ട് 22-23 ആയപ്പോഴേക്കും ഈ താളം തെറ്റാൻ തുടങ്ങി. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം 2ാം സർക്കാരിൽ ഞങ്ങൾ കണ്ട വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം, എനിക്ക് കൃത്യം നമ്പർ അറിയില്ല, 10-12 ലോങ് റിട്ടയർഡ് ഓഫീസേഴ്സ് പല രീതിയിലും ഗവൺമെൻറ്റിലെ കോർ പൊസിഷൻസിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അതിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് എപ്പോഴും ഒരു സർവിങ് IAS ഓഫീസർ ഉണ്ടാവുന്നതാണ്. ഇത് വളരെ ക്രൂഷ്യൽ പോസ്റ്റാണ്. കാരണം ആ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിയോടൊപ്പം മറ്റെല്ലാ വകുപ്പുകളെയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഏകോപിപ്പിക്കുന്നത്. 1ാം സർക്കാരിൽ ശ്രീ M. ശിവശങ്കർ ഉണ്ടായിരുന്നു. ശിവശങ്കർ ചില സാഹചര്യങ്ങളിൽ സസ്പെൻഷനിലായെന്നൊക്കെ ഉള്ളത് സത്യമാണ്, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ശിവശങ്കർ ഈ കോർഡിനേഷൻ്റെ കാര്യത്തിൽ എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു ഓഫീസറായിരുന്നു. അപ്പം നമുക്ക് വ്യക്തി താല്പര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ശിവശങ്കർ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കാനായിട്ട് വലിപ്പച്ചെറുപ്പമോ സീനിയോറിറ്റിയോ ഇല്ലാതെ എല്ലാവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലായിരുന്നു. ആ സ്ഥാനം ഒഴിച്ചിട്ട ശേഷം 10 വർഷത്തിന് മുമ്പ് 2018 റിട്ടയർ ചെയ്ത ശ്രീ KM എബ്രഹാമിനെ ഇല്ലാത്ത ഒരു പൊസിഷൻ സൃഷ്ടിച്ച് അങ്ങനെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊരു പൊസിഷൻ IAS കേഡറിലില്ല, സംസ്ഥാന സർവീസിലും ഇല്ല. അവിടെ കൊണ്ടുവന്ന് അധിക ചുമതലയിൽ അപ്പോയിൻറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കിഫ്ബിയിലെ ചുമതലയും അവിടെ ഒരു കോക്കസ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസുമായിട്ട് ടോട്ടലി ഔട്ട് ഓഫ് സിങ്കായിട്ട് മാറി. അപ്പോൾ ആ നിയമനങ്ങളിലും മറ്റും അതുമാത്രമല്ല, ചീഫ് സെക്രട്ടറിയേക്കാൾ വളരെ സീനിയോറിറ്റി കൂടിയ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 3 മന്ത്രി പദവിയും കൊടുത്തു. അപ്പോൾ ഒരു അഡീഷണൽ ലെയർ ബ്യൂറോക്രസിയിൽ വന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ തന്നെ തൻ്റെ സബോർഡിനേറ്റായിട്ട് കണ്ടുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനത്ത് പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴേക്കും ഡ്യുവാലിറ്റി ഓഫ് കൺട്രോൾ വന്നു. അതുമാത്രമല്ല, വളരെ മുമ്പ് ഗവൺമെൻറ്റിൽ നിന്ന് പുറത്തു പോയതുകൊണ്ട് തന്നെ കട്ടിംഗ് എഡ്ജ് ലെവലിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പർക്കം തീരെ കുറവാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ 23 കേസുകളും, ഈ കേസുകളെല്ലാം വളരെ പേഴ്സണലായിട്ട് എടുത്തുകൊണ്ട്, അപ്പോൾ ഞങ്ങൾ ഈ കേഡർ തസ്തികകൾ പുനർനാമകരണം ചെയ്ത് നിയമിക്കരുത് എന്ന് പറഞ്ഞിപ്പോൾ IMGയിൽ ഒരു കേസ് കൊടുക്കുമ്പോൾ ഉടൻ തന്നെ സർവീസിൽ ഒന്നിച്ച് പ്രവർത്തിച്ച K. ജയകുമാറും KM എബ്രഹാമും അത് വ്യക്തിപരമായിട്ട് എടുക്കുകയാണ്. കാരണം അത് രണ്ടുപേരെയും ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ. അവരുടെ നിയമനത്തിൽ, അവരുടെ വേതനത്തിൽ, അവരുടെ എംപ്ലോയ്മെൻറ്റിൽ, അവരുടെ കോണ്ടാക്റ്റിൽ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം 100 പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. നമ്മളാകെ പറയുന്നത് സിവിൽ സർവീസുമായിട്ടുള്ള ഏകോപനം അവിടെ വെച്ച് കാര്യമായി താളം തെറ്റി. ആ താളം തെറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിറ്റിഗേഷൻസ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ മുന്നിൽ നിന്ന പെറ്റീഷണർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് 23 ആ കേസിൻ്റെ ഗൗരവം സത്യത്തിൽ അത് സെപ്റ്റംബറിൽ ഫയൽ ചെയ്യുമ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നില്ല. ഇത് ഏതോ ഒരു പെറ്റീഷൻ പോലെ അങ്ങ് പോകുമെന്നാണ് ധരിച്ചത്. ഇപ്പോൾ വാസ്തവത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ 2 കാര്യങ്ങൾ നിയമപരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, എക്സൈസ് കമ്മീഷണറുടെ പോസ്റ്റിൽ IAS ഓഫീസർക്ക് ചുമതല കൊടുക്കാൻ ആ കോമൺ ഓർഡറിൽ വിധിയുണ്ടായിരുന്നു. അതവർ ചെയ്തില്ല. അതിന് പകരം ശ്രീ MR അജിത് കുമാറിനെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്തിട്ട് അവിടെ തന്നെയുള്ള പോലീസ് സൂപ്രണ്ട് റാങ്കിലുള്ള ഒരു IPS ഓഫീസർക്ക് ചാർജ് കൊടുക്കും. എത്ര ധിക്കാരപരമായിട്ടാണ് ഒരു ട്രിബ്യൂണൽ വിധിയോട് പെരുമാറുന്നത്. IAS ഓഫീസറെ കേഡർ തസ്തികയിൽ നിയമിക്കേണ്ട പോസ്റ്റിൽ, എന്നാൽ ശ്രീ അജിത് കുമാർ ADGP റാങ്കുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. ADGP എടുത്ത് മാറ്റിയിട്ട് ഒരു SPക്ക് ചാർജ് കൊടുത്തു. അതിൽ ഞാൻ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തു. ചീഫ് സെക്രട്ടറി കണ്ടംപ്റ്റ് നോട്ടീസ് പോയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മെയിൽ കണ്ടംപ്റ്റ് നോട്ടീസ് ആൻസർ ചെയ്യണം. അതിനുശേഷം ഞങ്ങൾ പരാതി കൊടുത്തു. അതായത് സെക്രട്ടറി ടു ഗവർണർ കേഡർ തസ്തികയാണ്, IAS ഓഫീസർ വഹിക്കേണ്ട പോസ്റ്റാണ്. ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് രാജ്ഭവൻ സർവീസിലെ ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് IAS ഓഫീസറുടെ ചാർജ് കൊടുത്തിരിക്കുകയാണ്. ചട്ടവിരുദ്ധമാണ്. അതും സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ, ഈ 2 പദവി. അത് മാത്രമല്ല, നമുക്കെല്ലാം അറിയാം, മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കിയാൽ ഉടനടി പുതിയ മന്ത്രിസഭയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ട സ്റ്റെപ്സിലേക്ക് കടക്കണം. അതിൻ്റെ സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് ഗവർണറുടെ സെക്രട്ടേറിയറ്റാണ്. അവിടെ ചട്ടപ്രകാരമുള്ള ഉദ്യോഗസ്ഥനില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനും വകുപ്പുകളുമായിട്ട് ഏകോപിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥനുമില്ല.
രണ്ടും അനർഹരായിട്ടുള്ള ആളുകൾ. ഒന്ന് റിട്ടയർ ചെയ്ത ഒരു IAS ഉദ്യോഗസ്ഥനും മറ്റൊരു ഡെപ്യൂട്ടി സെക്രട്ടറി പദവി വഹിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഞാൻ ഈ ആഴ്ച പിന്നെ ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരുന്നു. വ്യക്തമായിട്ട് നിങ്ങളിത് തിരുത്തുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിലും കോടതിയെ വീണ്ടും സമീപിക്കുമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ സസ്പെൻഷൻ ഓർഡർ കൂടുതലും ഇതിൻ്റെ ഒരു തുടർച്ച, ഈ 23-ൽ തുടങ്ങിയ ഈ ലീഗൽ ബാറ്റിലിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അത് കാണിച്ച് ഭീഷണിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കേണ്ടതില്ല. അതൊക്കെ കാലാന്തരത്തിൽ മാഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. പോരാടി വന്ന കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞങ്ങളെല്ലാവും വിധം ശക്തമായി ഒരുമയോടുകൂടി മുന്നോട്ട് തന്നെ പോകും. ശ്രീ KM എബ്രഹാം മന്ത്രി പദവി കൂടി അസ്യൂം ചെയ്തതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിലെ രണ്ടാമനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിനെ മറികടന്ന് നിരവധി അവസരങ്ങളിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്കും മറ്റ് മന്ത്രിമാർക്കും വരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5000-6000 കോടി ഒരു വർഷം വായ്പയായിട്ടും ഗ്രാൻറ്റായിട്ടും കിഫ്ബിക്ക് ലഭ്യമാവുന്നു. ഏകദേശം 40,000 കോടി രൂപയോളം ഏതൊരു വകുപ്പിനേക്കാളും വലുതാണ് കിഫ്ബിയുടെ ധനവിനിയോഗം. അപ്പോൾ ഇത് കയ്യിൽ വരികയും കിഫ്ബി സർക്കാരിനേക്കാൾ ശക്തമായൊരു സ്ഥാപനമാണെന്ന് വരികയും ചെയ്തതോടുകൂടി എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ സർക്കാരിലെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രമായിട്ട് അദ്ദേഹം വളർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലുമാണ് അഖിലേന്ത്യാ സർവീസിൻ്റെ മൂവ്മെൻറ്റുകളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളും പരിഗണിക്കപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ജൂൺ 30-ന് വിരമിക്കുകയാണ്. അടുത്ത് സീനിയറായിട്ടുള്ള ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളുകളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് വന്ന് KM എബ്രഹാമുമായിട്ട് മീറ്റിംഗ് നടത്തി എന്നെ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് മടങ്ങുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം ഭരണഘടനാപരമായ ചുമതലകൾ ഏറ്റെടുത്ത് മറ്റു മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഇൻസ്ട്രക്ട് ചെയ്തു തുടങ്ങുകയും നിയമനത്തിലടക്കം അനർഹമായിട്ടുള്ള കൈകടത്തൽ നടത്തുകയും ചെയ്തതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ IAS അസോസിയേഷനുമായിട്ടും എനിക്കെതിരെയും ഒക്കെയുള്ള നടപടികളിലേക്കും ലിറ്റിഗേഷൻസിലേക്കും നീട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പുതുതായിട്ട് വരുന്ന ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഡെഫിനറ്റായിട്ടും ലിഖിതത്തിൽ തന്നെ ഇത്തരം ലോങ് റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ സർവീസിലെ ആക്റ്റീവ് പൊസിഷനുകളിൽ കൊണ്ടുവരുന്നതിൽ നിന്നും ആ ഒരു പുവർ പ്രസിഡൻറ്റ് അവസാനിപ്പിക്കണമെന്ന് പുതുതായിട്ട് ചുമതലയെടുക്കുന്ന മുഖ്യമന്ത്രിയോടും ഗവർണറോടും അതിൻ്റെ സമയത്ത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അത് വളരെ മോശം എക്സാമ്പിളായി മാറിയിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. വളരെ കൂടുതൽ അന്വേഷണവും വളരെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസും ആവശ്യമുള്ള ഒട്ടേറെ ക്രമക്കേടുകളുടെ നീണ്ട നിരകൾ തന്നെ ഞാൻ ഈ പരാമർശിച്ച സ്ഥാപനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് ഇന്നത്തെ ദിവസം അതിലേക്ക് കടക്കുന്നത് അനവസരത്തിലാണ്. കാരണം ഞാനൊരു പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുകയാണ് എന്ന് പറഞ്ഞേക്കാം. അത് അതിൻ്റെ സമയത്ത് വിസിറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുടെ കോണ്ടാക്റ്റ് ഒന്നിലധികം സ്ഥലങ്ങളിൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, സീനിയർ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിട്ടുണ്ട്. ഭീഷണിയിലും അവരുടെ ഇംഗിതത്തിനൊത്ത് താളം തുള്ളാത്തവരെ വകവരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അടുപ്പിക്കാനുള്ള ഒരു പരിശ്രമവും വരട്ടും. അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ്, മുൻപില്ലാത്ത വിധം കേരളത്തിലെ IAS എക്കാലവും രാഷ്ട്രീയമായിട്ട് പൂർണ്ണ നിഷ്പക്ഷതയോടുകൂടി അവരുടെ ചുമതലകൾ നിർവഹിച്ചിട്ടുള്ളതാണ്. അതിന് ഘടകവിരുദ്ധമായിട്ട് ഈ കിഫ്ബിയുടെ നേതൃത്വത്തിലും ഞാൻ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നിരവധി സർവിംഗ് ഓഫീസർമാരുടെ സഹകരണത്തോടു കൂടിയും സംസ്ഥാനത്ത് തുടർ ഭരണം ഉറപ്പാക്കാൻ ഒരു ഉദ്യോഗസ്ഥ കോക്കസ് കഴിഞ്ഞ ഏകദേശം 6 മാസമായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരിപാടികൾ നടപ്പാക്കാൻ കൂടുതൽ ഉത്സാഹിച്ചിട്ടുണ്ട്. ചിലപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അവരോട് അടുത്ത് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥർ കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ സറ്റിലായിട്ട് അവരുടെ കർമ്മത്തിന് ഒരു മിഴിവ് കിട്ടത്തക്ക രീതിയിൽ കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ IASലും IPSലും ഞാൻ എൻ്റെ 28 വർഷം നീണ്ട സർവീസിൽ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് കഴിഞ്ഞ നവംബർ മുതലെങ്കിലും സംസ്ഥാനത്ത് ചില IAS ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തുകൊണ്ടും ഈ കിഫ്ബി മേധാവിയുടെ നേതൃത്വത്തിലും സംസ്ഥാനത്ത് തുടർ ഭരണം ഉറപ്പാക്കാനായിട്ട് IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ പബ്ലിക് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, കടമെടുത്ത കിഫ്ബി ഫണ്ടുകൾ പോലും ഉപയോഗിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ളൊരു പബ്ലിസിറ്റി ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്ത് അതിലേക്ക് ഉണ്ടായത്. ഇക്കാര്യങ്ങൾ പരാമർശിച്ചതാണ് എനിക്കെതിരെയുള്ള വിരോധത്തിൻ്റെ നീഡിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കിഫ്ബിക്ക് സർക്കാരിന് വേണ്ടി
ഇമാതിരി ഒരു പബ്ലിസിറ്റി ക്യാമ്പയിനോ പരസ്യ ക്യാമ്പയിനോ നടത്താനുള്ള യാതൊരു നിയമപരമായ അധികാരവുമില്ല. അവരുടെ ചാർട്ടർ വായിച്ചാൽ, അവരുടെ ആക്ട് വായിച്ചാൽ അവർ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിനും അതിൻ്റെ ആൻസിലറി യൂസസിന് മാത്രമേ അവർ കടമെടുക്കുന്ന ഫണ്ടുകൾ ഉപയോഗിക്കാവൂ. ഇവിടെ ബോംബെ ആസ്ഥാനമായിട്ടുള്ള ഒരു വലിയ PR കമ്പനിയെ വാടകയ്ക്കെടുത്തുകൊണ്ട് ഹോർഡിങ്ങുകൾ മുതൽ പത്രപരസ്യങ്ങൾ മുതൽ ഡിജിറ്റൽ ക്യാമ്പയിൻ അടക്കം എനിക്ക് തോന്നുന്നു 130 കോടിയുടെയോ മറ്റോ ക്യാമ്പയിനാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ഈ വർഷം മാത്രമല്ല, 2021 ഇലക്ഷനിൽ 75 കോടിയുടെ ക്യാമ്പയിൻ കമ്മീഷൻ ചെയ്തു. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പരസ്യങ്ങൾ നൽകുന്ന ഒരു സമീപനത്തെ എതിർക്കാനൊന്നും കഴിയുകയില്ല. പക്ഷേ ഇവിടെ കിഫ്ബിക്ക് പറഞ്ഞിട്ടുള്ള ഡൊമൈനിലല്ല കിഫ്ബി പ്രവർത്തിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന് ജസ്റ്റിഫിക്കേഷനായിട്ട് കിഫ്ബി കൊടുത്ത പത്രക്കുറിപ്പ് ഞാൻ വായിക്കാനിടയായി. കിഫ്ബിയുടെ കടമെടുപ്പ് ബോണ്ടുകൾക്ക് കൂടുതൽ റേറ്റിംഗ് കിട്ടാനാണ് കേരളത്തിലെ ഡിജിറ്റൽ മീഡിയയിൽ മലയാളത്തിൽ പരസ്യം കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ റേറ്റിംഗ് നടത്തുന്ന ഒരു ഏജൻസിയും കേരളത്തിലല്ല പ്രവർത്തിക്കുന്നത്. അവരാരും ഈ മലയാളത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന പരസ്യങ്ങൾ കാണാനോ അത് വിലയിരുത്താനോ പോകുന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സിവിൽ സർവീസിൻ്റെ പുറത്ത് അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ടുവരികയും ആ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പബ്ലിക് ഫണ്ടുകൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വലിയ തോതിൽ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താനായിട്ട് ഒരു പറ്റ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയും ആ പരിശ്രമത്തോട് ഇരിക്കുകയോ നിസ്സഹകരിക്കുകയോ ചെയ്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടാനുള്ള പരിശ്രമമാണ് ഈ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. വലിയ കൊള്ള ഈ ഫണ്ടിന്റെ കാര്യത്തിൽ വലിയ കൊള്ള രണ്ടാം പിണറായി സർക്കാർ കാലത്ത് നടന്നിട്ടുള്ളതാണ്. വലിയ ഇറഗുലാരിറ്റീസ് നടന്നു എന്നുള്ളതിന് എന്താണ് സംശയം? ഇപ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാലോ. ഇപ്പോൾ എന്നെ ഗവൺമെൻറ്റിൽ നിന്നും ആ കമ്മീഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആഴ്ച എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം വയനാടിലെ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് മുണ്ടക്കൈ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു വർഷത്തോളം ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ പത്രവാർത്തകൾ കഴിഞ്ഞ 24 ഡിസംബറോട് കൂടിയിട്ട് പത്രവാർത്തകൾ വല്ലാതെ ഇക്കാര്യത്തിൽ കടന്നാക്രമിക്കാൻ തുടങ്ങിയപ്പോൾ എടുത്തു പിടിച്ച് ഈ പിരിഞ്ഞു കിട്ടിയ 745 കോടി മൊബിലൈസ് ചെയ്തുകൊണ്ട് ULCCSനെയും കിഫ്കോണിനെയും കൺസൾട്ടൻസ് ആക്കിക്കൊണ്ട് ധൃതിയിൽ ഈ വർക്ക് മുഴുവൻ കമ്മീഷൻ ചെയ്യാനായിട്ട് സെക്രട്ടറിമാരുടെ ഒരു കമ്മിറ്റി തീരുമാനിച്ചു. അല്ലെങ്കിൽ സെക്രട്ടറിമാരുടെ കമ്മിറ്റിയിൽ ഇത് ചർച്ചയ്ക്ക് വന്നു. ഞാൻ 2 ചോദ്യങ്ങളെ അവിടെ ചോദിച്ചുള്ളൂ. അത് ഈ സോൾ സോഴ്സിംഗ് ബേസിസിൽ ഈ 300 കോടി നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അക്രഡിറ്റഡ് ഏജൻസീസിന് തമ്മിൽ അങ്ങനെ ഒരു ഹൈക്കോടതി വിധിയുണ്ട്, ഒരു ടെൻഡർ നടത്തണ്ടേ? 2 ഈ കിഫ്കോണാണ് ഇതിൻ്റെ കൺസൾട്ടൻസ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കിഫ്കോൺ ഒരു അക്രഡിറ്റഡ് ഏജൻസി ആണോ? അവർക്ക് മുമ്പ് ക്വാളിറ്റി സൂപ്പർവൈസ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനുമുള്ള എന്തെങ്കിലും മുൻപരിചയം അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? ചർച്ച അവിടെ അവസാനിച്ചു. ഇത് പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറിയെ യോഗം പിരിച്ചുവിട്ടു. അടുത്ത ബുധനാഴ്ച എന്നെ തദ്ദേശഭരണ കമ്മീഷനാക്കി മാറ്റിക്കൊണ്ട് ആ അസൗകര്യം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ മുന്നോട്ട് പോയാലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഫലം എന്താണ്? ഫലം ഈ വിഷുവിന് 148 വീടുകൾ അല്ലേ, 148 വീടുകൾ താക്കോൽ കൈമാറിയവർ കയറി പാർക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എത്ര വീടുകളിൽ ആൾക്കാർക്ക് പാർക്കാൻ സാധിച്ചു? ഞാൻ പിന്നീട് കേട്ടത് അങ്ങനെ ആദ്യം പൂർത്തിയായ 40 വീടുകളിൽ 2 ഈ പറയുന്ന മുൻപരിചയമില്ലാത്ത ഏജൻസി സൂപ്പർവൈസ് ചെയ്തതിനെ തുടർന്ന് ക്രാക്കുകൾ ഡെവലപ്പ് ചെയ്യുകയും ചോർച്ചയിലെത്തുകയും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഗവൺമെൻറ്റിനെ അത് ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചോദിച്ച ചോദ്യം വൻതോതിൽ ഫണ്ടുകളിൽ ക്രമക്കേടുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഞാൻ പറയുന്ന ആൻസർ പരിശോധിക്കപ്പെടേണ്ട പല കാര്യങ്ങളും കിഫ്ബി അടക്കമുള്ളവയുടെ ധനവിന്യാസത്തിൽ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നം അടങ്ങിയിട്ടുണ്ട് എന്ന ചോദ്യം തന്നെ ചോദിക്കാൻ പാടില്ല. അതാണ് നിർബന്ധം. നോ ക്വസ്റ്റ്യൻസ്. പറഞ്ഞാൽ പറഞ്ഞു, അത് ചെയ്തേക്കുക, അത്ര തന്നെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിനെയാണ് ആദ്യം ഓവർകം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. അതിനെപ്പറ്റി ഒരുപാട് പബ്ലിക് കമൻട്രി വന്നിട്ടുണ്ട്. ഞാനത് വിശദമായിട്ട് പഠിച്ചിട്ടില്ല. ഇപ്പോൾ CMDRF ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കൺസൾട്ടിങ് കമ്പനിയെ കൊണ്ട് വർക്ക് സൈറ്റ് എടുക്കാമോ? ULCCയെ പോലെ ഒരു സോൾ സോഴ്സിങ് കോൺട്രാക്റ്റ് എടുത്തിട്ട് വീട് പണിയുന്ന ഭാഗം അവിടെ നിൽക്കട്ടെ, വീട് പണിയണ്ടെന്ന് ആരും പറയില്ല. ആ നദിയുടെ ക്ലീനിങ് ULCCക്ക് ഒറ്റ കരാറായിട്ട് നൽകാമോ? അങ്ങനെ 239 കോടിയുടെ ഒരു കരാറായിട്ട് അങ്ങനെ ഗവൺമെൻറ്റിന് യാതൊരു കോമ്പറ്റേറ്റീവ് പ്രോസസ്സും ഇല്ലാതെ 200-250 കോടിയുടെ കരാർ വിശ്വസിച്ചേൽപ്പിക്കാമോ? അങ്ങനെ ഒരു നദി ക്ലീൻ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള DSR ബേസ്ഡ് എസ്റ്റിമേറ്റ്സ് തയ്യാർ ചെയ്യാൻ പറ്റുമോ? അത് വ്യക്തതയുള്ള കാര്യമാണോ എന്നൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ സാങ്കേതിക വിദഗ്ധന്മാർ ചോദിക്കുന്നുണ്ട്. ഞാൻ കൈകാര്യം ചെയ്യാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട്
ഞാനത് വിശദമായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഈ ഇടപാടുകളിലെല്ലാം ചോദ്യങ്ങളാണുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ ഞാൻ പറഞ്ഞതുപോലെ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആർക്കും ഒരു ചോദ്യമില്ല. ചോദ്യമില്ലാതെ അങ്ങനെയാണെങ്കിൽ പിന്നെ മേളിൽ നിന്ന് പറഞ്ഞ പ്രകാരം തന്നെ ചെയ്തേക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ഏറ്റവും വറി ചെയ്യുന്ന ഒരു സംഗതി ഇതാണ്. ഞാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ച കാര്യം ഇതാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉദ്യോഗസ്ഥർ ആരുടെയും അടിമകളല്ല. അവർ സ്വന്തം ബുദ്ധ്യ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്പിലും അവർ വിശകലനം ചെയ്യുകയും അവർക്ക് ബോധ്യം വരുന്ന കാര്യം ഫയലിൽ രേഖപ്പെടുത്തുകയും മീറ്റിങ്ങിലും മന്ത്രിമാരോട് പറയുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതാണ് സർവീസിൻ്റെ ചാർട്ടർ. ഇല്ലെങ്കിൽ സംസ്ഥാന സർവീസ് തന്നെ ധാരാളം മതിയല്ലോ. അപ്പോൾ ആ കൾച്ചർ അവസാനിപ്പിക്കാനും ഈ ചോദ്യങ്ങളില്ലാത്ത കുറേ അടിമകളെ സൃഷ്ടിക്കാനും ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആഴം എത്രയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാനത് തമാശയായിട്ട് പറഞ്ഞല്ല. ഈ മഹാന്മാരായ EMSഉം അച്യുതമേനനും അങ്ങനെയുള്ള യുഗപ്രഭാവന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരിരുന്ന ഒരു നാടാണ്. അവിടെ ചെന്നിട്ട് എനിക്കുറപ്പുണ്ട്, ഞാൻ അവരോടൊപ്പം സേവനം അനുഷ്ഠിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ ചെന്നിട്ട് 2 പ്രശംസാവചനം നിങ്ങൾ പറഞ്ഞാൽ അവർ സഹിച്ചെന്നിരിക്കും. 3ാമതൊരെണ്ണം പറയുമ്പോൾ അവർ നിർത്ത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിമാരുടെ നാടാണിത്. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, സംസ്ഥാന സർവീസിലെ ഒരു അസോസിയേഷൻ വാഴ്ത്തിപ്പാടിക്കൊണ്ട് പിന്നെ വലിയൊരു ഗാനമേള മാതിരി പ്രിപ്പയർ ചെയ്ത് അസോസിയേഷൻ അവതരിപ്പിക്കുന്നതും അതിൻ്റെ പ്രിപ്പറേഷൻസും എല്ലാം സെക്രട്ടേറിയറ്റിൽ കാണാനിടയായി. അപ്പോൾ ഒറ്റപ്പെട്ടതാണെങ്കിലും ഞാൻ പറയാൻ മടിക്കുന്നു, ചില അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതുപോലെ നമുക്കും കൂടി ഒന്ന് സംഘടിപ്പിച്ച് കളയാമായിരുന്നു, നമുക്കും കൂടി ഈ കോറസിൽ അത് പറഞ്ഞ് വിലക്കേണ്ട, നിങ്ങളുടെ ജോലി അതല്ല. രാവിലെ ഒരു മെജോറിറ്റിയുമായിട്ട് സംസ്ഥാനത്ത് നിയമസഭയുടെ വിശ്വാസം തേടി വരുന്ന ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ അധികാരം ഒഴിഞ്ഞ് വീട്ടിലേക്ക് സാധാരണ മനുഷ്യനായിട്ട് പോകുന്ന ഒരു സാധാരണ മനുഷ്യനെ, ഒരു സാധാരണക്കാരനാണ് തിരഞ്ഞെടുപ്പിലൂടെ അധികാരിയായിട്ട് വരുന്നത്. ആ ഭരണഘടനാ സ്ഥാനം വഹിക്കുമ്പോൾ നമ്മളവരെ അങ്ങേയറ്റം ബഹുമാനിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം അവരുടെ വ്യക്തിത്വത്തെ വാഴ്ത്തിപ്പാടുക എന്നുള്ളതല്ല. അത് നിങ്ങളുടെ ജോലിയല്ല, മേലാൽ ഇത് മിണ്ടിയേക്കരുതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട സന്ദർഭം പോലും കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ ഈ അവകാശ പോരാട്ടങ്ങൾ നടക്കുന്നതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനത് സംഗതി വെച്ചാൽ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അപകടകരമായ പല കാര്യങ്ങളിലേക്കും സിവിൽ സർവീസ് നീങ്ങിയതിൻ്റെ ഫലമാണ് എല്ലാവരും തങ്ങളുടെ അടിമകളാണെന്നും ഇങ്ങോട്ട് ചോദിച്ചു മാത്രം എല്ലാം ചെയ്താൽ മതിയെന്നുള്ള ഒരു മുഷ്കിലൂന്നിയിട്ടുള്ള ഒരു രാജകീയ ഭരണകാലത്തെ സമീപനം. ആ സമീപനം മറ്റ് പലതിനെയും പുറന്തള്ളുന്നത് പോലെ ഈ മെയ് 4-ന് പുറത്തു വരുന്ന ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറന്തള്ളുകയും തിരുത്തുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ല, അതിൽ തിരുത്താതെ ഒരു പുതിയ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അങ്ങനെ തിരുത്താനല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തുടർഭരണം തന്നെ നടത്തിയാൽ പോരെ. ഇത് തിരുത്തും എന്നുള്ള വാഗ്ദാനം മുന്നിൽ വെച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും ജനങ്ങൾ പുതിയൊരു ഗവൺമെൻറ്റിനെ എൻഡോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റിന് ഇത് കൂലങ്കഷമായിട്ട് പരിശോധിക്കാനും ഇതിൽ ബോധപൂർവമായ വീഴ്ചകൾ വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അവർ കൊടുക്കേണ്ടതായ അക്കൗണ്ടബിലിറ്റി ഡിമാൻഡ് ചെയ്യാനും അതിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അക്കാര്യത്തിൽ ഇതൊന്നും രഹസ്യമൊന്നുമല്ല, സിസ്റ്റത്തിലുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ക്രമക്കേടുകളും ഡിപ്പാർച്ചേഴ്സും തന്നെയാണ്. അതുപോലെ സിഗ്നലായിട്ടുള്ള ക്രിമിനൽ കേസുകൾ, ഇപ്പം വനം കൊള്ളയുടെ കേസുകൾ എടുത്ത് നോക്കും. ഒരു സർക്കാർ സർക്കുലർ ഇറക്കി കൊടുക്കുന്നു, എന്നിട്ട് 3 മാസത്തേക്ക് പ്രത്യേക എസ്റ്റേറ്റുകളിൽ നിന്നും തടികൾ വളരെ വാല്യുബിളായിട്ടുള്ള ടിമ്പർ ഡിസപ്പിയർ ചെയ്യുന്നു. 90 ദിവസത്തിന് ശേഷം ഉത്തരവ് മരവിപ്പിക്കപ്പെടുന്നു. അതിനെ തുടർന്നിട്ട് ഈ ടിമ്പർ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് 93 ക്രിമിനൽ കേസസാണ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ക്രൈം കോടതികളിൽ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ PC ആക്ടിനകത്തുള്ള ലയബിലിറ്റി ഇതുവരെ പരിശോധിക്കപ്പെട്ടിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള നിരവധി ക്രമക്കേടുകൾ, അഴിമതികളെക്കുറിച്ച് ബോധമുള്ള അല്ലെങ്കിൽ അറിവുള്ള ആളുകൾ സിസ്റ്റത്തിനുള്ളിലുണ്ട്. അതെല്ലാം തുറന്ന് പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയാണ് വരുന്നത്. അല്ല, ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ പേരുകളോ അല്ലെങ്കിൽ ആരെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നതിൻ്റെ ജോലിയല്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ ആ ഇറങ്ങിയ സർക്കുലറും വനത്തിൻ്റെ ചട്ടവും അതിൽ നിയമവകുപ്പ് കൊടുത്ത ഉപദേശവും അതിൽ അന്നത്തെ കേസിൽ അപ്പിയർ ചെയ്ത പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒപ്പീനിയനും ഒരാൾ അക്കാഡമിക് ഇൻട്രസ്റ്റിൽ എനിക്ക് വായിക്കാനായിട്ട് തന്നു. വളരെ അസാധാരണമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങേയറ്റം അസാധാരണമായിട്ടുള്ള
നടപടികളാണ് ആ രേഖകൾ വായിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഗൗരവമായിട്ട്, അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് എൻ്റെ ജോലിയല്ല. അതൊന്നും ഞാൻ കൈകാര്യം ചെയ്ത വകുപ്പുകളിലെ വിഷയമല്ല, റവന്യൂ വനം വകുപ്പുകളിലെ വിഷയമാണ്. അങ്ങനെ ഡസൻ കണക്കിന് വിഷയങ്ങൾ വകുപ്പുകളിൽ കിടക്കുകയാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇതിൽ ഭരണം മാറുമ്പോൾ പുതിയ ഭരണകർത്താവിന് വിവരങ്ങൾ നൽകാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തുനിഞ്ഞാൽ മുന്നേ കൂട്ടി ഞങ്ങൾ ആഞ്ഞടിച്ചു കളയും എന്നൊരു ഭീഷണിയാണെങ്കിൽ അതൊന്നും വില പോവില്ല. അല്ല, അത് സ്വാഭാവികമായിട്ട് എല്ലാ ആളുകൾക്കും ആ പോളിൽ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും ഘടകം കണ്ടെത്താൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന നമ്പേഴ്സ് നോക്കിയിട്ടല്ല ഞാനീ പറയുന്നത്. ഈ സർവേ ഏജൻസികൾ കൊടുത്ത നമ്പേഴ്സിൻ്റെ വിശ്വാസ്യത, എറർ, ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ പരിശോധിച്ചു. അത് സംസ്ഥാനത്ത് ഭരണമാറ്റം നടക്കുമെന്നുള്ളതിന് എൻ്റെ ആധാരം ആ സർവേ നമ്പേഴ്സല്ല. നമ്മളെല്ലാം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ടുള്ള ജനങ്ങളുടെ, ഗവൺമെൻറ്റിൻ്റെ സ്വീകരണവും തിരസ്കരണവും വളരെ ക്ലോസായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഉത്തമ ബോധ്യം ഭരണമാറ്റത്തിനായിട്ടാണ് ജനങ്ങൾ 9-ാം തീയതി വിധി എഴുതിയെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു അക്കാഡമിക്കായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ട് ഭരണം മാറുന്നില്ല പറഞ്ഞ 71 സീറ്റിൽ തിരിച്ചു വരുമെന്നുള്ളത്, അതുകൊണ്ട് നമുക്കാർക്കും പേടിയൊന്നുമില്ല. ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് എക്സ് ഓർ വൈ ചീഫ് മിനിസ്റ്റർ എന്നുള്ളത് അവസാനത്തെ പരിഗണനയാണ്. ഈ പറയുന്ന ഈ തുടർഭരണം ഇരിക്കുമ്പോഴല്ലേ 23 തൊട്ട് 26 വരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്തത്. തുടർന്ന് ഫൈറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഞങ്ങളാരും നാട് വിട്ടു പോകാനൊന്നും പോകുന്നില്ല. പക്ഷേ നാട് വിട്ടു പോകേണ്ടി വരുന്നത് ഞങ്ങളല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. സർക്കാരിനെതിരെ ഒരക്ഷരവും പറഞ്ഞില്ല. സർക്കാരെന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്. ഭരണഘടനാ സർക്കാരാണ്. ഗവർണറുടെയും പ്രസിഡന്റിൻ്റെയും പേരിൽ പ്രവർത്തിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് സർക്കാർ. അവിടെ വന്നു പോകുന്ന ആളുകൾക്ക് അന്നന്ന് തോന്നുന്ന അവരവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളല്ല സർക്കാർ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് സുപ്രീം കോടതി വിധി, രാമശങ്കർ പാണ്ഡെ എന്ന് പറയുന്ന കേസിൽ വളരെ കൃത്യമായ വിധി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നയമല്ല. അപ്പോൾ ഒരു വകുപ്പിൽ അഴിമതി നടക്കുന്നു അല്ലെങ്കിൽ ക്രമക്കേട് നടക്കുന്നു എന്നൊരു ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിച്ചാൽ, അങ്ങനെ ചൂണ്ടിക്കാണിച്ചതിനാണ് ആ പാണ്ഡെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ നടപടിയെടുത്തത്. അതിൽ ജസ്റ്റിസ് ചലമേശ്വറിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വിധിയുണ്ട്. മാൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു പോരായ്മയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാരണവശാലും അത് തെറ്റായ അഡ്മിനിസ്ട്രേഷൻ എൻ്റെ നയമാണെന്ന് സർക്കാരിന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കാനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങളാരും സർക്കാരിനെതിരായിട്ടല്ല പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ക്രമവിരുദ്ധമായ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ചാനലിലും അത് പുറത്ത് പൗരന്മാരുടെ ശ്രദ്ധയിൽ ഞാനത് കൊണ്ടുവരേണ്ടത് എൻ്റെ കടമയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആർട്ടിക്കിൾ 19? അല്ല, പുതിയ വഴികൾ വെട്ടേണ്ടടുത്ത് നമ്മൾ വെട്ടിത്തെളിച്ചെങ്കിലേ പറ്റുള്ളൂ. അല്ല ഞാൻ ചോദിക്കുന്നത്, സൈലൻസ് ആരെയാണ് സഹായിക്കുന്നത്? ഇപ്പം ഞാൻ ഗവൺമെൻറ്റിനുള്ളിലിരിക്കുന്നു, ക്രമവിരുദ്ധമായിട്ടുള്ള ഒരു സർക്കുലർ കൊണ്ടുവന്ന് 4 കോടിയുടെ 10 കോടിയുടെ മരം വെട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരാൾ തീരുമാനിക്കുന്നു. ഞാൻ സൈലൻ്റായിട്ടിരിക്കുന്നു ഭയന്നിട്ട്. അതാണല്ലോ ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഇന്നലെ ആരോ പറയുന്നത് കേട്ടു, സർക്കാർ നയത്തിനെതിരെ ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് പേടിച്ചിട്ട് ഞാൻ ഫയലിൽ എഴുതിയില്ലെന്ന്. അയ്യോ, അതല്ല ഉദ്ദേശിക്കുന്നത്. പുറത്തു പോയി വിളിച്ചു പറയരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫയലിൽ എഴുതാനാണ് നിങ്ങളവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ അത് പേടിച്ചിട്ട് അപ്പോൾ ഭയമാണ് സർക്കാർ സർവീസിനെ നയിക്കുന്നതെങ്കിൽ പിന്നെ അതിൽ വലിയ കഥയൊന്നുമില്ല. സർക്കാർ സർവീസിൽ അകത്തുണ്ടാവും, പുറത്തുണ്ടാവും. ചിലപ്പോൾ പുറത്തു പോകേണ്ടി വരും, ചിലപ്പോൾ ഡിസ്മിസ് ചെയ്ത് പുറത്ത് കളഞ്ഞെന്നിരിക്കും. അത് നേരിടാൻ തയ്യാറായിരിക്കണം. കാരണം ഇത് ഇരുന്ന് മരിക്കാനുള്ളൊരു സ്ഥലമല്ലല്ലോ. ഞാൻ 25 വയസ്സായപ്പോഴാണ് സർവീസിൽ വന്നത്. 60ാമത്തെ വയസ്സിൽ ആ തികയുന്ന മാസം ഞാൻ വീട്ടിലേക്ക് പോയെങ്കിലേ പറ്റൂ. എനിക്കിനി അതിന് 6 വർഷമുണ്ട്. നേരത്തെ പോയെന്ന് വെച്ച് ഒരു തരി ദുഃഖമില്ല, കാര്യത്തിൽ യാതൊരു വിഷമവുമില്ല. പക്ഷേ ചെലവിടുന്ന സമയം സത്യസന്ധമായിട്ടും പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടും സമൂഹം അറിയേണ്ട കാര്യങ്ങൾ സമൂഹത്തെ അറിയിച്ചുകൊണ്ടും, അതാരെയും ഉപദ്രവിക്കാനൊന്നുമല്ല, ആരോടെങ്കിലും പ്രജുഡിസ് ഉള്ളതുകൊണ്ടുമല്ല, ഏറ്റെടുക്കേണ്ട പോരാട്ടമായതുകൊണ്ടാണ് അനർഹരായ ആളുകളെ IAS തസ്തികകളിൽ വെക്കുന്നതിനെതിരെ കേസ് കൊടുത്തത്. അതിൽ നീരസം ഉണ്ടായാൽ അത് താങ്ങും. ULCC വളരെ കെയർഫുള്ളായിട്ട് ഗവൺമെൻറ്റിനുള്ളിൽ കൊണ്ടുവരപ്പെട്ട ഒരു ഏജൻസിയാണ്. ULCCയോട് പ്രത്യക്ഷത്തിൽ എനിക്കൊരു പരാതിയില്ല. കാരണം ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കണമെന്ന് ചോദിച്ചാൽ അത് പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റൊന്നുമില്ല. അത് സർക്കാരിൻ്റെ നയമാണ്.
അത് മാത്രമല്ല ഇടത് ഗവൺമെൻറ്റിന് മുമ്പും ULCCയെ അക്രഡിറ്റഡ് ഏജൻസിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആ ഏജൻസിക്ക് എടുക്കാൻ കഴിയുന്ന തോതിലുള്ള വർക്കുകളാണോ ഇപ്പോൾ അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിക്കപ്പുറം ഗവൺമെൻറ് വർക്കുകൾ ഒരു ഏജൻസി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരുടെ ഫിനാൻസസ് മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങിനെ ആശ്രയിച്ചാകും. അത് മാത്രമല്ല, സ്വാഭാവികമായിട്ടും വലിയ കരുത്തുള്ള ഏജൻസി ആണെങ്കിലും അവർ സ്ട്രെച്ച്ഡ് ആവും. ഇപ്പോൾ ഈ പുനരധിവാസ പദ്ധതിയിലൊക്കെ കാണുന്നത് എന്താണ്, അവർക്ക് ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ലേബർ മുഴുവനും സംസ്ഥാനത്തിന് പുറത്തുനിന്നാണ്. അവിടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ലേബർ അപ്രത്യക്ഷമാവുകയാണ്. നെറ്റ് എഫക്റ്റ് എന്താണ്? ഇപ്പോൾ ഞാൻ തത്വത്തിൽ ചോദിക്കുകയാണ്, ഈ 300 വീട് പണിയേണ്ട കോൺട്രാക്റ്റിൽ 3 കോൺട്രാക്റ്റിംഗ് ഏജൻസികളാണ് പണിതിരുന്നതെങ്കിൽ വല്ല തിരക്കേടുണ്ടോ? നമുക്ക് വളരെ വേഗതയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഒരു താത്വികമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരു ഏജൻസിക്ക് പകരം നിങ്ങൾ 4 ഏജൻസി ഏൽപ്പിച്ചു. നമ്മൾ സുനാമിയുടെ റീകൺസ്ട്രക്ഷൻ നടത്തിയപ്പോൾ ഡസൻ കണക്കിന് ഏജൻസികൾ റീകൺസ്ട്രക്ട് ചെയ്തല്ലോ. ഇപ്പോൾ മാതാ അമൃതാനന്ദമയുടെ വീടുകൾ അവരുടെ എഞ്ചിനീയറിംഗ് അറേഞ്ച്മെൻറ്റിലാണ് ചെയ്തത്. മറ്റൊരു ചാരിറ്റി ഏജൻസി വേറെ രണ്ടാമതൊരു ഏജൻസിയാണ്. എല്ലാ എഗ്സും ഒരു കൊട്ടയിലിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു മാനേജ്മെൻറ്റ്, ഒരേ ലേബർ, ഒരേ ടെക്നോളജിസ്റ്റുകൾ. അതുകൊണ്ടും കൂടിയല്ലേ ഇലക്ഷൻ സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പാടില്ല. നമ്മൾ വിഷുവിന് താക്കോല് ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് പറഞ്ഞാണ്, നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും വാഗ്ദത്തം പാലിക്കാൻ കഴിഞ്ഞില്ല. 2.5 വർഷം കഴിഞ്ഞു. മറ്റ് സംഘടനകളും മറ്റുമൊക്കെ ചെയ്ത വീടുകൾ ഹാൻഡ് ഓവർ ചെയ്തും കഴിഞ്ഞു. എൻ്റെ അറിവിൽ ഇന്നും അവർക്ക് കയറി പാർക്കാൻ സാധിച്ചിട്ടില്ല. 2.5 വർഷമായി. അപ്പോൾ നമ്മുടെ സമീപനത്തിൽ മാറ്റം വേണോ? ചിന്തിക്കേണ്ടതാണ്. ULCC വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ULCCക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വർക്ക് സാറ്റിസ്ഫാക്ടറി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അവർ ഓവർലോഡഡ് ആയോ? അവരുടെ ഫിനാൻസസ്, ഗവൺമെൻറ്റിന് വേറൊരു കുഴപ്പമുണ്ട്. ഒരുപാട് വർക്ക് ഒരു ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ്സ് ഡിലേഡ് ആയിപ്പോയി കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ പേയ്മെൻറ്റ്സ് അപ്സെറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ ആ ഏജൻസിക്ക് പിന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അവർ അപ്സെറ്റ് ആവും. ആ ചെയിൻ ഓഫ് കോൺട്രാക്റ്റിംഗ് മൊത്തത്തിൽ അപകടത്തിലാവും. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോയോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എനിക്കറിയില്ല. ദേശീയപാത നിർമ്മാണത്തിൽ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്കറിയാം. ദേശീയപാത ഷെഡ്യൂൾ സമയത്ത് തീർന്നില്ലെന്ന് എനിക്കറിയാം. 13 അതിൻ്റെ സ്ട്രക്ചർ ബ്രേക്ക് ഡൗൺ ചെയ്തെന്നും പിന്നെ സർഫസ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ വിദഗ്ധ സമിതിയെല്ലാം വെച്ചപ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ തന്നെ അപകടത്തിലായിരുന്നു എന്നുള്ളതും അറിയാം. പക്ഷെ അതുകൊണ്ട് പൊതുഖജനാവിന് നഷ്ടമില്ലെന്നാണ് NHAI പറയുന്നത്. കാരണം അത് കോൺട്രാക്ടറുടെ ലയബിലിറ്റിയാണ്, അവർ തന്നെ അത് ക്യൂർ ചെയ്യുമെന്നുള്ള അങ്ങനെയാണ് ആ കോൺട്രാക്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ സമയത്ത് നമുക്ക് തീർക്കാൻ പറ്റിയില്ല. ഒരു സ്റ്റേജിൽ എക്സ്പെക്റ്റേഷൻ NH പൂർത്തിയാക്കിയത് ഗവൺമെൻറ് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആകുമെന്ന് ധരിച്ചിരുന്നു. പക്ഷേ അത് നമുക്ക് തീർക്കാനായിട്ട് കഴിഞ്ഞില്ല. അതാണ് അതിൻ്റെ ചുരുക്കം. പോരെ അല്ല, ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ വന്നിരിക്കുന്ന എന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ലിറ്റിഗേഷനിൽ പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആ ടാസ്കിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. പുതിയ ഗവൺമെൻറ്റിനോടുള്ള ഞങ്ങളുടെ റിക്വസ്റ്റ്, അതാരായാലും രാഷ്ട്രീയ പിന്നെ ഭേദമില്ലാതെ ഏത് വ്യക്തിയായാലും കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സിവിൽ സർവൻസിന് വേണ്ടി വെക്കുന്ന റിക്വസ്റ്റ്, ഈ ഒരു പരിധിയിലപ്പുറം ആക്റ്റീവ് സർവീസ് പൊസിഷൻസിൽ ഈ വളരെ വിരമിച്ച ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന ഒരു നിലപാട് പുനഃപരിശോധിക്കണം. അതാണ് ഈ ഗവൺമെൻറ്റിന് വലിയൊരു വിഘാതമായിട്ട് മാറിയിട്ടുള്ളത്. സർവീസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തകർന്നത് അങ്ങനെയാണ്. അവരിൽ പലരും അവരുടെ സ്വന്തം ഇൻട്രസ്റ്റിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരാരോടും അക്കൗണ്ടബിൾ അല്ല. കാരണം അവർ ഗവൺമെൻറ് സർവീസിൻ്റെ ഭാഗമല്ല. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവും അവരുടെ ഈ ഭരണകൂടത്തെ തുടർന്ന് കൊണ്ടുപോകാനുള്ള അവരുടെ ഒരു ത്വരയും വളരെയധികം ഫ്രിക്ഷൻ, ന്യൂട്രലായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പരാമർശിച്ച എല്ലാ ക്രമക്കേടുകളും പിന്നെ നാളെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അവസാനം ഇതിനകത്ത് ബലിയാടാകുന്നതും ബുദ്ധിമുട്ട് വരുന്നതും അവിടെ അന്തിമമായിട്ട് ഒപ്പിട്ട സെക്രട്ടറിമാർക്കും വകുപ്പധ്യക്ഷന്മാർക്കും സർവീസിലുള്ള ഫങ്ഷണലായ ഓഫീസേഴ്സിനുമായിരിക്കും. വിരമിച്ചയാളിന് പ്രശ്നമൊന്നുമില്ല. അയാൾ അന്ന് തന്നെ DCRGയും പിന്നെ കിട്ടാനുള്ള ആനുകൂല്യങ്ങളും പെൻഷനും എല്ലാം നേരത്തെ ഗ്രാൻറ്റാക്കി 10 കൊല്ലം മുമ്പേ വിരമിച്ചു പോയാളാണ്. വിരമിച്ച ശേഷം 3 കൊല്ലത്തിന് ശേഷം അയാളുടെ പെൻഷനും കാര്യങ്ങളും അറ്റാച്ച് ചെയ്യാനായിട്ട് പോകാൻ സാധിക്കില്ല. അയാൾ സുന്ദരമായിട്ട് വീട്ടിലേക്ക് സ്കൂട്ട് ചെയ്ത് പോകും. ഈ കടലാസുകൾ ഒപ്പിട്ട ഉദ്യോഗസ്ഥരെ മുഴുവൻ കുടുങ്ങുകയും ചെയ്യും. ഇതാണ് അവസ്ഥ. അപ്പോൾ അത് പവർ വിത്തൗട്ട് അക്കൗണ്ടബിലിറ്റിയാണ്. അപ്പോൾ അക്കാര്യത്തിൽ ശ്രദ്ധിച്ച് ഇനി ഭാവിയിലെ ഗവൺമെൻറ്റുകൾ തിരുത്തൽ നടപടികളെടുത്ത് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിലും തിരുത്തണമല്ലോ. തിരുത്തണം. അത് സർവീസിൻ്റെ കേഡർ തസ്തികകളിൽ വിരമിച്ച ആളുകളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനുള്ള നീക്കം അത് നിയമപരമായിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ഈസ് ചീഫ് മിനിസ്റ്റർ. അവർ റിക്വസ്റ്റ് ഈസ് പ്ലീസ് ഗോ വിത്ത് അവർ റിക്വസ്റ്റ് ഓഫ് നോട്ട് ടു അപ്പോയിൻറ്റ് റിട്ടയർഡ് പേഴ്സണൽ ഇൻ ടു സർവീസ് പൊസിഷൻസ് ആൻഡ് പ്രൈവറ്റ് പൊസിഷൻസ്. സർവീസ് ഇരിക്കുന്ന ആൾക്കാർക്ക് ബാന്ധവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചട്ടം ലംഘിച്ചോ.
സംസാരിക്കുന്നതിൽ ഞാൻ ചട്ടം ലംഘിച്ചു. വിരമിച്ച ആളിനെതിരെ എന്ത് ചട്ടമാണ് പ്രയോഗിക്കുന്നത്? അയാൾക്ക് എന്തും പറയാം. ഞാനൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ ഇതിനകത്ത് ഒരു സൂചന, ഈ തന്നിരിക്കുന്ന ഉത്തരവിലെ ഒരു സൂചന എൻ്റെ ചില ഇടപെടലുകൾ രാഷ്ട്രീയ ചായ്വുള്ളതായ സംശയിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ KM എബ്രഹാം, ചീഫ് ഓഫ് കിഫ്ബി, കേരള കൗമുദിയിലെ VS രാജേഷിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. അങ്ങോട്ട് പൈസ കൊടുത്തുള്ള ഇൻ്റർവ്യൂ ആണ്, അതൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ ആർക്കും പൈസ കൊടുത്ത് തന്നെ ഇൻ്റർവ്യൂ ചെയ്യിച്ചിട്ടില്ല ഇതുവരെ. കേരളത്തിലെ എല്ലാ ചാനലുകളിലും അങ്ങോട്ട് പൈസ കൊടുത്ത്, മിനിറ്റിന് പൈസ കൊടുത്ത് ഇൻ്റർവ്യൂ ചെയ്യിച്ചു ഡോക്ടർ എബ്രഹാം. അതിൽ വളരെ വ്യക്തമായിട്ട് ഡോക്ടർ എബ്രഹാം കേന്ദ്ര സർക്കാരിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, രണ്ടിടത്തെങ്കിലും സംഘികൾ എന്ന് പ്രയോഗിച്ച് ആക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ വിരമിച്ച ഉദ്യോഗസ്ഥൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. സർക്കാരിൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം അത് പറയാൻ പാടില്ല. അദ്ദേഹം ഒരു ഓഫീസറാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നയത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ട് എത്ര വട്ടം ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളാരും പരാതി എഴുതി കൊടുക്കാൻ പോയിട്ടില്ല. പക്ഷേ എന്താണ് ഞാൻ നടത്തിയ പരാമർശം എന്ന് പോലും അറിവില്ലാതെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പരാതി എഴുതി വാങ്ങിച്ചിട്ട് എൻ്റെ സസ്പെൻഷൻ ഓർഡർ അടിച്ചു കൊടുക്കുകയാണ്. ഇന്ന് തന്നെ കൊടുത്തേക്കാം അയാളെ, പെട്ടെന്ന് തന്നെ. അപ്പോൾ അത് പ്രതികാര ബുദ്ധിയാലുള്ള പ്രയോഗം നടത്തുകയാണ്. അത് നല്ലതിനല്ല, അത് അവസാനം ദുഃഖമേ വരുത്തൂ എബ്രഹാമിനടക്കം എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആരെങ്കിലും എബ്രഹാമിൻ്റെ ഡീൽസും എബ്രഹാം ഈ കിഫ്ബി മേധാവിയുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് നടത്തിയ ഓരോ ഇടപാടും, ആ മസാല ബോണ്ടുകൾ അടക്കമുള്ള ഇടപാടുകൾ എടുത്ത് കൂലങ്കഷമായിട്ട് പരിശോധിച്ചാൽ എൻ്റെ നോട്ടത്തിൽ 10 കൊല്ലത്തിൽ കുറയാത്ത കാരാഗ്രഹവാസം വളരെ എളുപ്പം കിട്ടാവുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്.